ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വാർത്ത വരികയാണ് പ്രിയ പ്രേക്ഷകരെ. TG മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ് എത്തിയിരിക്കുന്നു എന്നതാണ്. നിരന്തരമായ വിമർശനങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണ് അർജുനാങ്കിയുടെ അറസ്റ്റ് ഉണ്ടായപ്പോഴും നമ്മളടക്കം എല്ലാവരും ചോദിച്ചതാണ്. അതാ ഈ ബുള്ളറ്റിനിൽ തന്നെ നമ്മൾ അങ്ങനെ ഒരു ചോദ്യം പ്രേക്ഷകരുടെയും സമൂഹത്തിനെയും ഒക്കെ മുന്നിൽ വെച്ചതാണ്. എന്തുകൊണ്ടാണ് TG മോഹൻദാസിന്റെ വീട്ടിലേക്ക് പോലീസ് എത്താത്തത്, എന്തുകൊണ്ടാണ് TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന്. TG മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ് എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. സായി കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. സായി, TG മോഹൻദാസിനെ തേടി 11 ദിവസം കഴിഞ്ഞപ്പോൾ, കേസ് രജിസ്റ്റർ ചെയ്ത് 11 ദിവസം കഴിഞ്ഞപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നു. എന്താണ് ഉദ്ദേശം? തീർച്ചയായും മാധു, ഇത് തന്നെയാണ്. എന്തുകൊണ്ട് TG മോഹൻദാസിന്റെ വീട്ടിൽ ഇതുവരെ പോലീസ് എത്തുന്നില്ല എന്നുള്ള ചോദ്യമാണ് എല്ലാവരും ചോദിച്ചിരുന്നത്. നമ്മൾ തന്നെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇത് നൽകുകയും ചെയ്തു. അതായത് അർജുൻ ആയങ്കിക്ക് വേണ്ടി ഇക്കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പരക്കം പാഞ്ഞ കേരള പോലീസ് എന്തുകൊണ്ട് TG മോഹൻദാസിന്റെ വീട്ടിലേക്കുള്ള വഴി മറന്നു കഴിഞ്ഞ 11 ദിവസമായി എന്നുള്ള ചോദ്യമാണ് കേരളത്തിൽ ഏറ്റവും ശക്തമായി മുഴങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോഴിതാ 11ാം നാൾ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുകയാണ്. അല്പം മുൻപാണ് പോലീസ് സംഘം അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയത്. ദില്ലിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥിനികളെ അങ്ങേയറ്റം മോശമായ രീതിയിൽ അധിക്ഷേപിച്ച ഒരു ആളുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ 11 ദിവസത്തിന് ശേഷം പോലീസ് എത്തി നിൽക്കുന്നത്. പോലീസ് അതിന്റെ ഭാഗമായിട്ടെല്ലാം ചെയ്യും എന്നാണ് ആഭ്യന്തരമന്ത്രി ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ 11ാം ദിവസമാണ് പോലീസ് എത്തി നിൽക്കുന്നത്. അതിനിടയിലും ഈ 11 ദിവസങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലടക്കം TG മോഹൻദാസ് സജീവമായിരുന്നു. വിദ്വേഷ പരാമർശം നടത്തി 11 ദിവസമാണ് ഒരു കൂസലുമില്ലാതെ ഒരു പ്രശ്നവുമില്ലാതെ TG മോഹൻദാസിന് പുറത്തിറങ്ങി നടക്കാൻ കഴിഞ്ഞത്. തിരുവനന്തപുരം സൈബർ പോലീസാണ് അദ്ദേഹത്തിനെതിരെ കേസെടുത്തിരുന്നത്. ആ പോലീസ് ഇതുവരെ അനങ്ങാതിരുന്ന അനങ്ങാപ്പാറ നയത്തിനെതിരെ ശക്തമായിട്ടുള്ള വിമർശനവും രോഷവും പോലീസ് പുറത്തെ പൊതുസമൂഹത്തിലടക്കം ഉണ്ടായിരുന്നു. പ്രതിപക്ഷ സംഘടനകളടക്കം അത് ശക്തമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെ TG മോഹൻദാസ് സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവമായി ഉണ്ടാവുകയും ചെയ്തിരുന്നു. കേസെടുത്തിട്ട് 11 ദിവസമാവുകയാണ്. 11ാം ദിവസം കൃത്യമായി TG മോഹൻദാസിനെ തേടി പോലീസ് എത്തിയിരിക്കുന്നു. ഇത് നമുക്ക് ഇമ്പാക്ട് എന്ന നിലയ്ക്ക് തന്നെ പറയാൻ കഴിയുന്നതാണ്. എന്തുകൊണ്ട് TG മോഹൻദാസിന് മാത്രമായി ഒരു പ്രിവിലേജ് എന്ന ചോദ്യം നിരന്തരം ഉന്നയിക്കുകയായിരുന്നു നമ്മൾ. അതിന് കൃത്യമായ പരിഹാരം ഉണ്ടായിരിക്കുന്നു. TG മോഹൻദാസിന്റെ വീട്ടിൽ പോലീസ് എത്തിയിരിക്കുന്നു. TV പ്രസാദ് കൂടി വിവരങ്ങളുമായി ചേരുകയാണ്. TV പ്രസാദ്, യുവത്വത്തെ, സ്ത്രീകളെ, പ്രതിഷേധത്തെ ഒക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ്, എടുത്തു പറയാൻ കഴിയാത്ത, സമൂഹം കേൾക്കാൻ കഴിയാത്ത തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് അധിക്ഷേപിച്ച, അപമാനിച്ച ഒരു ആൾ എന്ന് തന്നെയാണ് TG മോഹൻദാസിനെ കുറിച്ചും ആ പ്രതികരണത്തെ കുറിച്ചും പറയാനുള്ളത്. കേസെടുത്തിട്ട് 11 ദിവസമായി പോലീസ് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് പരിഹാരം ഉണ്ടായിരിക്കുന്നു. എന്തായാലും എത്തിയിരിക്കുന്നു. അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ പോലീസ് TG മോഹൻദാസിന്റെ വീട്ടിൽ. മാധു, ഇങ്ങനെ വർത്തമാനം പറയുന്ന, വർഗീയ വിഷം തുപ്പുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന, ഹൈന്ദവ തീവ്രവാദി എന്ന് നമുക്ക് വിളിക്കാൻ കഴിയുന്ന, കാരണം മതന്യൂനപക്ഷങ്ങളെ ഇത്രയേറെ ആക്ഷേപിക്കുന്ന മറ്റൊരാൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പലപ്പോഴും RSSന്റെ മുഖം എന്ന് പറഞ്ഞ് പച്ചയായ വർഗീയത വിളിച്ചു പറയുന്ന ഒരാളായിട്ട് പോലും സൈബർ ക്രൈം പോലീസ് ഇക്കഴിഞ്ഞ ജൂലൈ മാസം 29-ാം തീയതി ലഹളയ്ക്കുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് FIR ഇട്ട് ആ FIRന്റെ മുകളിൽ അടയിരിക്കുകയായിരുന്നു മാധു ഈ പോലീസ്. കഴിഞ്ഞ 11 ദിവസമായി TG മോഹൻദാസിനെ ഒന്ന് തൊടാൻ പോലും കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് FIRൽ, അതായത് സൈബർ ക്രൈം പോലീസ് ഇക്കഴിഞ്ഞ ജൂലൈ മാസം 29-ാം തീയതി രജിസ്റ്റർ ചെയ്ത FIRൽ ഇങ്ങനെ പറയുന്നു മാധു. പ്രതി പൊതുസമാധാനത്തിനും പൊതുശാന്തിക്കും ഭംഗം വരുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി പൊതുസമൂഹങ്ങൾക്കിടയിൽ ലഹളയുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടും കരുതലോടും കൂടി ഡൽഹിയിൽ ജന്തർ മന്ദിറിൽ നടത്തിയ പ്രതിഷേധത്തിൽ പങ്കെടുത്ത പ്രവർത്തകരിൽ ഭയവും ആശങ്കയും സൃഷ്ടിക്കാനായി ടിയാന്റെ യൂട്യൂബ് ചാനലിൽ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ ഉൾപ്പെടുന്ന ടീമാണ് എന്ന് അങ്ങേയറ്റം സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി. മാത്രമല്ല, പിള്ളേരെ തള്ളിക്കൂടെ എന്ന്, ഞാനായിരുന്നെങ്കിൽ അവരെ വെടിവെച്ച് കൊന്നേനെ എന്ന പരാമർശം ഇതാദ്യമായിരുന്നില്ല മാധു. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറെ കാലങ്ങളായി പ്രത്യേകിച്ച് സംസ്ഥാനത്തെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിശക്തമായ വിഷലിപ്തമായ പദങ്ങളായിരുന്നു TG മോഹൻദാസ് ഉപയോഗിച്ചിരുന്നത്. പരക്കെ പരാതി വന്നു. ഒടുവിൽ പോലീസ് കേസെടുത്തു. കേസെടുത്ത ദിവസം 11 കഴിഞ്ഞിട്ടും TG മോഹൻദാസിനെതിരെ
ചെറുവിരലനക്കാൻ ഇവിടുത്തെ പോലീസിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് നാണക്കേടായിരുന്നു അത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ അർജുൻ നായകിയെ പിടികൂടിയ സമയത്ത് ഇന്ന് കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ ഓരോ കമന്റായിട്ടും വരുന്നുണ്ടായിരുന്നു, ഈ സർക്കാർ RSSന്റെ സർക്കാരാണോ എന്ന വിമർശനം വ്യാപകമായി ഉണ്ടായിരുന്നു. അതിനൊടുവിലാണ് ഒരുപക്ഷെ നാണം കെട്ടിട്ടാണ് ഇന്നിപ്പോൾ പോലീസ് TG മോഹൻദാസിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ടാവുക. മാധു, TV പ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. TG മോഹൻദാസിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ എന്തുദ്ദേശത്തിലാണ് TG മോഹൻദാസിനെ തേടി പോലീസ് എത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമാവുകയും ചെയ്യും. 3 പരാതികളാണ് നമ്മുടെ അറിവിൽ TG മോഹൻദാസിന് എതിരെയുള്ളത്. അതിൽ കൂടുതൽ പരാതികളുണ്ടോ എന്നത് വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും TT ജിസ്മോന്റെ പരാതിയാണ് ഏറ്റവും പ്രാഥമികമായി നിലനിൽക്കുന്നത്. അതിൽ വളരെ കൃത്യമായി ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ വളരെ കൃത്യമായി ഉണ്ടായിരുന്നു എന്നതാണ്. AWF സംസ്ഥാന സെക്രട്ടറിയാണ് TT ജിസ്മോൻ. SFIയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി MA നന്ദൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽഫിക്കർ എന്നിവരും പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അന്വേഷിക്കാൻ സൈബർ സെൽ IG P പ്രകാശിനെ ചുമതലപ്പെടുത്തിയിരുന്നു. പിന്നീട് ദിവസങ്ങൾ നീണ്ട അന്വേഷണത്തിനൊടുവിലും കേസ് രജിസ്റ്റർ ചെയ്യാത്തത് എന്താ എന്ന നിരന്തരമായ വിമർശനങ്ങളും ചോദ്യങ്ങളും ഉണ്ടായി. ഏറ്റവും ഒടുവിലാണ് സൈബർ പോലീസ് ഒരു കേസെടുത്ത് അന്വേഷിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ചെയ്തത്. ആ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പ്രിയ പ്രേക്ഷകരെ ഇന്ന് 11 മണിയാണ്. ഇന്ന് 11 ദിവസമാണ്. 11 ദിവസത്തിന് ശേഷമാണ് TG മോഹൻദാസിന്റെ വീട്ടിലേക്ക് ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി പോലീസ് എത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിവാദ സൈബർ പോലീസാണ് അന്വേഷിക്കുന്നത്. സൈബർ പോലീസ് മനസ്സ് വെച്ചാൽ ഇപ്പൊ നോക്കൂ, നമുക്കൊക്കെ വളരെ വ്യക്തിപരമായി അറിയാവുന്നതാണ്. അധിക്ഷേപകരമായ വീഡിയോ ഒക്കെ വരികയാണ്, പരാതി കൊടുക്കുകയാണെങ്കിൽ ഒരൊറ്റ ദിവസം കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം പോലീസിനുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ആ വിദ്വേഷകരമായ വീഡിയോ ഈ സമയത്ത് പോലും നീക്കം ചെയ്യാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു കാര്യം TG മോഹൻദാസിനോട് ആവശ്യപ്പെട്ടിട്ടുമില്ല പോലീസ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. സ്വയം നീക്കം ചെയ്യാനുള്ള നടപടികളും സൈബർ പോലീസ് എടുത്തിട്ടില്ല. 11ാമത്തെ ദിവസം TG മോഹൻദാസിനെ തേടി പോലീസ് എത്തിയിരിക്കുന്നു.